ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുപ്പകാലത്ത് ഗുരുനാനാക്ക് തൻ്റെ പിതാവിനെ സഹായിക്കുന്നതിനായി കടയിൽ ധാന്യം അളന്ന് വിൽക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. വിൽപ്പനയ്ക്കായി അളവുകൾ നടത്തുമ്പോൾ അദ്ദേഹം പതിവ് പോലെ ഓരോ അളവിനും സംഖ്യകൾ വിളിച്ചു പറഞ്ഞിരുന്നു. 1, 2, 3 എന്നിങ്ങനെ. അങ്ങനെ 13ാം അളവിലെത്തിയപ്പോൾ അദ്ദേഹം തേര എന്ന് ഉച്ചരിച്ചു. ആ നിമിഷം സാധാരണ കച്ചവട പ്രവർത്തനം ഒരാത്മീയ അനുഭവമായി മാറി. പഞ്ചാബി ഭാഷയിൽ തേര എന്ന പദത്തിന് 2 അർത്ഥങ്ങളുണ്ട്. ഒന്നാമത് 13 എന്ന സംഖ്യയും രണ്ടാമത് നിന്റേതാണ് എന്നുമാണ്. ആ വാക്കുച്ചരിച്ചപ്പോൾ ഗുരുനാനാക്ക് അതിനെ വെറും സംഖ്യയായി കാണാതെ ദൈവത്തോടുള്ള സമർപ്പണത്തിന്റെ ആന്തരിക പ്രതിധ്വനിയായി അനുഭവിച്ചു. എല്ലാം നിന്റേതാണ്, ഞാൻ നിന്റേതാണ്. ആ വാക്കിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആത്മബോധത്തിന്റെ ജ്വാല തെളിഞ്ഞു. താൻ അളന്നു വിൽക്കുന്ന ഓരോ ധാന്യമണിയും തൻ്റേതല്ല, ദൈവത്തിൻ്റെതാണ് എന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. അദ്ദേഹം തൻ്റെ മനസ്സിൽ ചോദിച്ചു, ഞാൻ എന്തിനാണ് എണ്ണുന്നത്? എല്ലാം നിന്റേതാണ്. ഈ തിരിച്ചറിവ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. ഭൗതിക കണക്കെടുപ്പിൽ നിന്നും വ്യാപാരത്തിൽ നിന്നും അദ്ദേഹം ദൈവ അന്വേഷണത്തിലേക്ക് തിരിഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആത്മീയ അന്വേഷണം സിഖ് മതത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായി. ചെയ്യുന്ന പ്രവൃത്തികളിൽ ദൈവിക അനുഭവം കണ്ടെത്താൻ കഴിയുക എന്നത് ഏറെ ശ്രേഷ്ഠമായ ഒന്നാണ്. നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും കൈവശമുള്ള ഓരോ വസ്തുവും ദൈവത്തിൻ്റെതാണ് എന്ന ബോധത്തോടെ ചെയ്യുമ്പോൾ നമുക്ക് ദൈവിക കൃപ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കും. എൻ്റേത് എന്ന ചിന്ത വിട്ട് എല്ലാം ദൈവത്തിൻ്റേത് എന്ന മനോഭാവത്തിലേക്ക് മാറുമ്പോൾ അഹങ്കാരം അപ്രത്യക്ഷമാകും. യഥാർത്ഥ ആത്മീയ ജ്ഞാനം തെളിയുകയും ചെയ്യുന്നു. ഭൂമിയും അതിലെ സമസ്ത വസ്തുക്കളും ഭൂതലവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാണ് എന്ന് സങ്കീർത്തനം 24:1 പറയുന്നു. ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി ഞാൻ ആരൊക്കെയോ ആയി എന്ന തോന്നലിൽ അഹങ്കാരത്തോടെ ജീവിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒന്നുണ്ട്. ദൈവം തന്നില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നമ്മുടെ കൈവശമാകുകയില്ലായിരുന്നു. സകലവും ദൈവത്തിൻ്റെതാണ് എന്ന ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു തിരിച്ചറിവുണ്ട്. നാം ദൈവത്തിൻ്റെ ഭവനത്തിലെ വെറും കാര്യസ്ഥന്മാർ മാത്രമാണ്. ചെയ്യുന്നതിനും പറയുന്നതിനുമെല്ലാം ഒരു നാൾ കണക്ക് ബോധിപ്പിക്കേണ്ടവരായ കാര്യസ്ഥന്മാർ. ഈ ലോക ജീവിതം ഭൗതികമായ സമ്പത്തിന്റെ കണക്കെടുക്കാൻ ഉള്ള നിയോഗമല്ല, മറിച്ച് ദൈവത്തിൻ്റെതായ എല്ലാം കാര്യക്ഷമമായി കാത്തു സൂക്ഷിക്കുവാനും ലഭിക്കുന്ന എല്ലാ കൃപകൾക്കും അനുസൃതമായി നന്ദിയോടെ ജീവിക്കുവാനുമുള്ള വിളിയാണ് എന്നത് ഓർക്കുക. എല്ലായിടത്തും ദൈവ സാന്നിധ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുവാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നിന്റേതാണ്.